കർഷക തൊഴിലാളികളെ വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ എത്തിക്കണമെന്ന ആവശ്യവുമായി കർഷകർ. തൊഴിലാളി ക്ഷാമം മൂലം കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം ഉയരുന്നത്. തൊഴിലാളി ക്ഷാമം മൂലം ഇടുക്കിയിൽ ഏലം കൃഷി ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലാണ്. ഉൽപാദനത്തിന്റെ 30% വിളവെടുക്കാൻ കഴിയാതെ നഷ്ടപ്പെടുന്നു. ഇത് കർഷകർക്കും രാജ്യത്തിനും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. തൊഴിലാളികളെ ലഭിക്കാത്തത് മൂലം 500 കോടിയിലധികം രൂപയുടെ ഏലയ്ക്കായി വിളവെടുക്കാൻ കഴിയാതെ പാഴാക്കി കളയുന്നു. ഈ സാഹചര്യത്തിൽ കർഷകരും ചെറുകിട വ്യാപാരികളും കർഷക സംഘടനകളും നൽകുന്ന വർക്ക് വിസയുടെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ കേരളത്തിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ആവശ്യമനുസരിച്ചുള്ള എത്ര തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് ആ പോർട്ടലിൽ നമ്മൾ എൻട്രി ചെയ്യുക. ആ എൻട്രി ചെയ്യുന്ന നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന്, ഞാനീ പറഞ്ഞ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അത് അവിടുത്തെ രാജ്യങ്ങൾക്ക് കൈമാറുകയും നമ്മുടെ എംബസികൾ വഴി അത് തിരികെ എത്തിച്ച് നമുക്കിവിടെ ആളുകളെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ഈ മേഖല ഇനിയും നിലനിൽക്കുള്ളൂ. കാർഷിക മേഖല മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലുടമയുടെയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെയും ആവശ്യങ്ങൾ രേഖപ്പെടുത്താനായി സർക്കാർ അധീനതയിൽ ലേബർ പോർട്ടൽ ആരംഭിക്കണം. ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കർഷകനായ റെജി ഞള്ളാനി പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി. അമൃത ന്യൂസ്, ഇടുക്കി.